എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ബാൻഡിന് എങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ് ആക്കാം എന്നുള്ളതാണ്. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: ഒരു കട്ടിംഗ് പ്ലയർ, പിന്നെ ഒരു സിൽവർ വയറാണ് നമ്മൾ സാധാരണ ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ വേണ്ടത് നെയിൽ പോളിഷ് ആണ്. പിന്നെ ആവശ്യമുള്ളത് ഈ നെയിൽ പോളിഷ് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ടംബ്ലർ, പെന്ന്. നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയൊരു പീസ്, ഒരു ഇത്രയും ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മൾ ചുറ്റാണ് വേണ്ടത്. ഇനി ചുറ്റുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചുറ്റണം, അതായത് ഈ വയറിൻ്റെ മേളിലേക്ക് ചുറ്റണം. അതായത് 1 2 3 4 5 5 വേണ്ടത്. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് ഇത് ചുറ്റിക്കളയാം. ഇത് ചുറ്റിക്കളഞ്ഞതിന് ശേഷം ഇതങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ചുറ്റുക. ഇത് ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പീസ് ഇതിൻ്റെ ഉള്ളിൽ, ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇടാം. നമ്മളിനി ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5 പെറ്റൽസ് വിടർത്താണ് വേണ്ടത്. ശ്രദ്ധിക്കണം, കാരണം ഇത് ഈസിലി വളഞ്ഞു പോകുന്നൊരു ടൈപ്പ് കമ്പിയാണ്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 2 പെറ്റലായി. മൂന്നാമത്തെ പെറ്റൽ, 4 പെറ്റലായത്. ഇതേമാതിരി നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയിട്ട് വരാം. ഞാൻ കുറേ എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത പാത്രം ഇല്ലേ, ആ പാത്രത്തിലേക്ക് ഈ നെയിൽ പോളിഷ് കുറച്ച് വയ്ക്കാം. അപ്പം നമുക്കിത് ഡിപ്പ് ചെയ്യാം. എല്ലാത്തിനകത്തും ഇങ്ങനൊരു ഫിലിം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് സ്റ്റിക്ക് ചെയ്യാം. ഒന്നിങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്ത് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ഈ വയറില്ലേ, അത് നല്ല ടൈറ്റിൽ നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ വെക്കേണ്ടത് അവിടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ടൈറ്റിൽ ഇത് ഇങ്ങോട്ട് ചുറ്റുക. ഇളകാത്ത രീതിയിൽ ചുറ്റിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഈ കമ്പി അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇതുമാതിരി തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ചെയ്തിട്ട് വരാം. എല്ലാവർക്കും ഇന്നത്തെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആർട്ടുമായിട്ട് നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.